അസ്സലാമു അലൈക്കും. നമ്മളിവിടെ മുട്ടമാല ഉണ്ടാക്കാൻ പോവുകയാണ്. 100 മുട്ട അതിന് വേണ്ടി മുട്ടയ്ക്ക് വേണ്ടി മാലയ്ക്ക് വേണ്ടി പഞ്ചസാര. ആദ്യം പഞ്ചസാര 1 കിലോ ഇതിലിടും. എന്നിട്ട് അത്ര തന്നെ വെള്ളം ഒഴിക്കുക. സ്റ്റൗവിൽ നല്ല ഫുൾ തീ തന്നെ വെക്കണം. തള വരുമ്പോൾ ഇങ്ങനെ സാധാ ഒരു സീറോ ആയി വരുമ്പോൾ കൈയോടെ നോക്കണം. ആ പൊട്ടലുണ്ടെങ്കിൽ അതിൽ മുട്ടമാല വിരിക്കുക. എന്ന സമയത്ത് നമ്മൾ മുട്ടൻ്റെ വെള്ളം ഇതിൽ വെച്ച് അപ്പോൾ അതിന് കീടം വരാൻ തുടങ്ങിയിട്ടുണ്ട്. പല കാണുന്നുണ്ടല്ലോ. അപ്പോൾ വരും. അതിന് വേണ്ടിയ സാധനങ്ങളാണ് ഒരു തവ, ഒരു കോല്. ഇത് മുട്ട വെരിച്ചിലാണ് സാധനം. മുട്ട വെരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടയാനുള്ളത്. അത് മുട്ടൻ്റെ ഉണ്ണി. മുട്ടൻ്റെ ഉണ്ണിയാണിത്. അത് കയ്യിലാവാതിരിക്കാനും എളുപ്പത്തിനാവാനാണ്ട് ഒരു പഫ്സിൻ്റെ ബോട്ടിലാക്കി വെച്ചത് 2 തുളയിട്ട്. ഇപ്പം പഞ്ചസാര തിളച്ച് സീറോ ആയി വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കീടം ഇങ്ങനെ എടുക്കുക. ഒരു തവ കൊണ്ട് കോരി. അപ്പോൾ പഞ്ചസാരൻ്റെ കറുപ്പൊക്കെ ഇതിൽ വരും. ഒരു നാടൻ സിപ്പിയാണ്. പിന്നെ ഉണ്ണി 100 പോണം ഒഴിച്ചു കൊടുക്കും. അതിന് വേണ്ടി വെച്ചതാണ് ഈ ബോട്ടിലിൽ ഉണ്ണി. ഇത് സീറോ തവ ഇടുക. എന്നിട്ട് അതൊന്നിങ്ങനെ നോക്കണം. പൊട്ടൽ വരും. വന്നില്ല, 2 മിനിറ്റും കൂടെ വേണം. പഞ്ചസാരൻ്റെ സീറോനക്ക് അത് ഒട്ടൽ വരുമ്പം ഇങ്ങനെ മഞ്ഞ ഇങ്ങനെ ചുറ്റി കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കുടഞ്ഞ് കൊടുക്കുക. അപ്പോഴാണ് ഒന്നൊന്നുമ്മൻ പിടിക്കാതെ കിട്ടുക. എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് ഇടുക. കൊണ്ട് കോരുക. ഈ തള വരുന്ന സ്ഥലത്ത് മാത്രമേ ഒഴിക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ മാലയാവുകയില്ല. മുട്ടസുറുക്ക് ഉണ്ടാക്കാൻ വേണ്ട ആവിച്ചെമ്പ്. ആദ്യം വെള്ളം വെക്കുക. അത് തിളച്ച് വരുമ്പം ഓട്ടച്ചെമ്പ് ഈ മുട്ടസുറുക്ക് ഉണ്ടാക്കാൻ വെക്കുക. പാത്രം ഇറക്കി വെക്കുക. അതിലേക്ക് ഈ മുട്ടൻ്റെ വെള്ളയിലേക്ക് പഞ്ചസാര പൊടിച്ചത് കുറച്ച് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചത് ചേർക്കുക. അതിൻ്റെ കൂടെ സീറോ വേസ്റ്റ് ആവാതിരിക്കാൻ സീറോ കുറച്ച് കൂടെ ഒഴിക്കുക. പാത്രം ഇതിൽ എണ്ണ ഒഴിക്കുക. അതിനുശേഷം ചൂടായ പാത്രത്തിലേക്ക് ഒഴിക്കുക. അതിനുശേഷം അമ്പിച്ച് മൂടുക. അതിനുശേഷം അരമണിക്കൂർ പിന്നിൽ വെക്കുക. മാല ഉണ്ടാക്കി റെഡിയാക്കിയത്.